ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ ഇന്നലെ സാന്റോസിനോടൊപ്പം ട്രെയിനിങ് നടത്തിയത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. കാരണം നെയ്മറുടെ ഇടത് കാൽമുട്ടിന് മെനിസ്കസ് ഇഞ്ചുറി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ഇന്നലത്തെ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. ഡോക്ടർമാരുടെ ഉപദേശം പോലും നെയ്മർ ജൂനിയർ അവഗണിച്ചു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ഇത്രയധികം റിസ്ക് എടുക്കുന്നത്? പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തെ കാരണം അത് സാന്റോസ് തന്നെയാണ്. കാരണം അവരിപ്പോൾ റെലഗേഷൻ സോണിലാണ് ഉള്ളത്. ഇനി 3 മത്സരങ്ങൾ മാത്രമാണ് ബ്രസീലിയൻ ലീഗിൽ സാന്റോസിന് അവശേഷിക്കുന്നത്. ആ 3 മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സാന്റോസിനെ രക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാം എന്നാണ് നെയ്മർ ജൂനിയർ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ കളിക്കാൻ നെയ്മർ ജൂനിയർ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം ബ്രസീലും വരുന്ന വേൾഡ് കപ്പുമാണ്. അതായത് മുഴുവൻ ഫിറ്റ്നസ്സും വീണ്ടെടുക്കാതെ വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ ടീമിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തില്ല എന്ന ഒരു നിലപാട് പരിശീലകൻ നേരത്തെ എടുത്തിരുന്നു. അതായത് കാർലോ ആഞ്ചലോട്ടി എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർജറി ചെയ്തു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് പ്ലാനുകൾ തകിടം മറിയുമോ എന്ന ഒരു ഭയം ഇപ്പോൾ നെയ്മർ ജൂനിയറെ അലട്ടുന്നുണ്ട്. ചിലപ്പോൾ ഈ സീസൺ അവസാനിച്ചതിന് ശേഷം നെയ്മർ ജൂനിയർ സർജറി ചെയ്തേക്കാം. അതല്ലെങ്കിൽ വേൾഡ് കപ്പിന് ശേഷമായിരിക്കും ഒരുപക്ഷെ നെയ്മർ ജൂനിയർ സർജറി ചെയ്യുക. സർജറി ചെയ്താൽ 1 മാസത്തോളം നെയ്മർ പുറത്തിരിക്കേണ്ടി വരും. ബ്രസീലിയൻ വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടുക എന്നുള്ളതാണ് നെയ്മറുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാനും നെയ്മർ ജൂനിയർ ഇപ്പോൾ തയ്യാറാണ് എന്നാണ് ഗ്ലോബോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഉടൻ തന്നെ സർജറി ചെയ്യാൻ നെയ്മർ ഉദ്ദേശിക്കുന്നില്ല. ഒരുപക്ഷെ ബ്രസീലിയൻ ലീഗിലെ മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം നെയ്മർ സർജറി ചെയ്തേക്കാം. എന്നാൽ അതിനുശേഷം അത് വേൾഡ് കപ്പ് പ്ലാനുകളെ ബാധിക്കുമോ എന്ന ഒരു ഭയം നെയ്മർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ ഇപ്പോഴും നെയ്മർ ജൂനിയർ എടുത്തിട്ടില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.